കോഴിക്കോട് നമ്മുടെ VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. നമ്മളങ്ങനെ സ്ട്രോങ് റൂമുകളൊക്കെ തുറന്നു വരികയാണ്. കോഴിക്കോട്ട് എന്താണ് അവസ്ഥ? കോഴിക്കോട് ഇത്തവണ ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട്, പ്രത്യേകിച്ച് UDF മലബാർ മേഖലയിൽ. നേരത്തെ നമ്മുടെ കയ്യിലുള്ള മലപ്പുറവും വയനാടും അല്ലാതെ കാസർഗോഡ് കൂടി ഇക്കുറി പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, കോഴിക്കോട് കോർപ്പറേഷൻ ഇളകാനുള്ള സാധ്യതയുണ്ടോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, 42 വർഷം, നാല് പതിറ്റാണ്ടുകളായി LDFന്റെ കയ്യിലിരിക്കുകയാണ് കോഴിക്കോട്. അത് ഇക്കുറി ഇളകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ആദ്യം ബിനുവിനെയൊക്കെ കൊണ്ടുവന്നു, പക്ഷേ വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്ത സ്ഥാനാർത്ഥി എന്നുള്ളൊരു അവസ്ഥ നേരിടേണ്ടി വന്നു. പിന്നീട് പിൻവലിച്ചു. പക്ഷേ ഒറ്റക്കെട്ടായി UDF കോഴിക്കോട് നിൽക്കുന്ന കാഴ്ച പലയിടങ്ങളിലും കണ്ടു. ജമാഅത്തെ ഏറ്റവും കൂടുതൽ വെൽഫെയർ പാർട്ടി ബന്ധം ചർച്ചയാക്കപ്പെട്ട ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ കോഴിക്കോട് എന്താണ് അവസ്ഥ? ഇക്കുറി LDF ഇളകാനുള്ള സാധ്യതയുണ്ടോ കോർപ്പറേഷനിൽ നിന്ന്? അതല്ല വളരെ കോൺഫിഡൻസ് ആണോ, ആത്മവിശ്വാസത്തിലാണോ മുന്നണികൾ? എന്താണ് VS രഞ്ജിത്ത്, മലബാറിലെ കാഴ്ച? സ്ട്രോങ് റൂമുകൾ തുറന്നു തുടങ്ങിയോ? ഡോക്ടർ അരുൺകുമാർ, സ്ട്രോങ് റൂമുകൾ തുറന്നു തുടങ്ങി. എനിക്ക് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മുടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏജന്റുമാർ ഇവിടേക്ക് ക്യൂ നിൽക്കുന്നത് അവരുടെ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക്, ടേബിളുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് LDFന് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ലീഡുള്ള കോർപ്പറേഷനാണ്. അതിൽ എന്തെങ്കിലും ഇളക്കം സംഭവിക്കുമെന്നുള്ളതാണ്. UDFന്റെ ഇന്റേണൽ സർവേ ഇന്നലെ അവർ 35-40 വാർഡുകൾ കിട്ടും എന്നൊക്കെ UDFന്റെ ഇന്റേണൽ സർവേ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം, വലിയ അട്ടിമറിയാണ്. അത് അങ്ങനെ സംഭവിച്ചാൽ ആ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. ഏതായാലും LDF വളരെ സുരക്ഷിതമായി കരുതുന്ന ഒരു കോർപ്പറേഷനുകളിൽ ഒന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം 50 വാർഡുകൾ അവരുടെ കൈവശം നിലവിലുണ്ട്. അതിൽ ഒന്നുപോലും കുറയില്ല എന്നുള്ളത് LDFന്റെ ആത്മവിശ്വാസമാണ്. പക്ഷേ UDFും BJPയും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കോർപ്പറേഷനുകളാണ് ഈ പറയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റേണൽ സർവേ UDFന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ പുറത്തു വന്നത് 35 ഡിവിഷനാണ്. അതോടൊപ്പം BJPയെ സംബന്ധിച്ച് 7 ഡിവിഷനുകൾ നിലവിൽ അവർക്കുണ്ട്. അതിൽ 1-2 ഡിവിഷൻ സിറ്റിംഗ് വാർഡുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും പുതിയ ചില വാർഡുകൾ അവർ നേടും എന്നുള്ള പ്രതീക്ഷ BJPയും വെച്ച് പുലർത്തുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം നമുക്കിത് അറിയാൻ സാധിക്കും. കോഴിക്കോട് കോർപ്പറേഷനിൽ അങ്ങനെ സേഫായ മത്സരം ഒരിടത്തും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ LDFന്റെ മേയർ സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദ് മത്സരിക്കുന്ന മീഞ്ചന്ത്, അതൊരു പുതിയ വാർഡാണ്. ആ വാർഡിൽ പോലും കനത്ത മത്സരമുണ്ട്. വലിയ ഉറപ്പോട് കൂടി അവിടെ ജയിക്കും എന്നൊന്നും ആരും അവകാശവാദം ഉന്നയിക്കുന്നില്ല. UDFന്റെ മേയർ കാൻഡിഡേറ്റ് PM നിയാസ് പാറോപ്പടിയിൽ മത്സരിക്കുന്നു. ആ പാറോപ്പടിയിൽ പോലും ശക്തമായ മത്സരം PM നിയാസും നേരിടുന്നുണ്ട്. അപ്പോൾ മേയർ സ്ഥാനാർത്ഥികൾ പോലും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. LDFന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത്രയും കാലം 4-5 പതിറ്റാണ്ടായി LDF കൈവശം വെച്ചിരിക്കുന്ന കോർപ്പറേഷനാണ്. മാത്രമല്ല ഈ വാർഡ് വിഭജനത്തിലൊക്കെ വലിയൊരു മുന്നേറ്റം, അല്ലെങ്കിൽ വാർഡ് വിഭജനത്തിൽ വലിയൊരു മേൽക്കൈ LDFന് കിട്ടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. പക്ഷേ കോർപ്പറേഷനിൽ കഴിഞ്ഞ 30ഓളം വാർഡുകളിൽ വെൽഫെയർ പാർട്ടിയുമായി സഹകരണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത്തവണ അത് കുറഞ്ഞു എന്നൊരു വാർത്ത അവസാന കാലത്ത് കേട്ടു. സത്യം എന്താണ്? വെൽഫെയർ പാർട്ടി UDF ബന്ധം കോഴിക്കോട് കോർപ്പറേഷനിലും ജില്ലയിലും എങ്ങനെയാണ്? ജിമ്മി, കോഴിക്കോടിനെ സംബന്ധിച്ചും മലപ്പുറത്തെ സംബന്ധിച്ചും വെൽഫെയർ പാർട്ടി UDF ധാരണ മാത്രമാണുള്ളത്. ആ ധാരണ എല്ലായിടത്തുമുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇത്തവണ UDF പുലർത്തിയ ഒരു ജാഗ്രത, അങ്ങനെ പരസ്യമായി ഉണ്ടാക്കുകയോ പരസ്യമായി സഖ്യമുണ്ടാക്കുകയോ ധാരണ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഏതൊക്കെ പ്രാദേശിക തലത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ടുകളുണ്ട് അവർക്ക് സ്ഥാനാർത്ഥികൾ ഇറക്കണം, അവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ അതൊരു ധാരണയിലേക്ക് കൊണ്ടുപോയി, പരസ്യമായി കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുപോയി മറ്റിടങ്ങളിൽ ഒരു സ്പോയിലർ ഫാക്ടർ ആക്കുന്ന വിധത്തിൽ, ചർച്ചയാക്കുന്ന വിധത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. കോഴിക്കോട് മുക്കം മുനിസിപ്പാലിറ്റി എടുത്താൽ മുക്കം മുനിസിപ്പാലിറ്റിയിലെ 4 വാർഡുകളിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നുണ്ട്. അവിടെ പേരിന് UDFനും സ്ഥാനാർത്ഥിയുണ്ട്. ഈ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ ഉറപ്പായും അവർ UDFനെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വന്നാൽ ചെറുവണ്ണൂർ ഭാഗത്ത് കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടി സ്വതന്ത്ര എന്ന രീതിയിൽ മത്സരിച്ചിരുന്നു. ഇത്തവണ അങ്ങനെ പരസ്യമായൊരു ധാരണയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചിലയിടങ്ങളിൽ, ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങൾ, കൊടിയത്തൂർ പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ UDF വെൽഫെയർ പാർട്ടിയും ഓരോ വാർഡുകളിൽ ധാരണയുണ്ടാക്കിയിരുന്നു. അത് ആ വാർഡുകളിലെ ധാരണ എന്ന രീതിയിൽ ചുരുക്കാൻ അവർക്ക് സാധിച്ചു. മലപ്പുറത്താണ് ഒരു പരക്കെ ധാരണയുണ്ടായിട്ടുള്ളത്. അങ്ങനെ ധാരണയുണ്ട് എന്ന് PMA സലാം ഉൾപ്പെടെ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു വെച്ചു. പക്ഷേ അതൊരു സ്പോയിലർ ഫാക്ടർ ആക്കുന്ന രീതിയിലേക്ക്, ജമാഅത്തെ ഇസ്ലാമി ബന്ധമൊക്കെ പറയപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതായിരുന്നു UDFന്റെ തീരുമാനം. അതിലൊരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ CPM മുഖ്യമന്ത്രി ഉൾപ്പെടെ വലിയ തോതിൽ പ്രചരണായുധമാക്കിയത് ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ്. അതിന് കൃത്യമായി മറുപടി പറയാനും പഴയ കാലത്ത് CPM എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കിയെന്നൊക്കെ പറയാനും സാധിച്ചു.
ആ സമയത്താണ് AK ബാലൻ ഞങ്ങൾ ചില സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പാലുടി- ചില കാര്യങ്ങൾ പാലുടി പറഞ്ഞു. പാലുടി കമ്മിറ്റിയിലുണ്ട്, ഹജ്ജ് കമ്മിറ്റി വഖഫിലുണ്ട്, അങ്ങനെ പലയിടത്തായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം AK ബാലൻ സമ്മതിക്കുന്നു. പിന്നെ അതിനുശേഷം ഒരു ജോയിന്റ് വന്നു. അന്ന് അത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല ജമാഅത്തെ പ്രത്യേക കാലത്താണ് കുഴപ്പം. കെ മുരളീധരൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്കാണ് വർഗീയത, വെൽഫെയർ പാർട്ടിക്ക് വർഗീയതയില്ല, വെൽഫെയർ പാർട്ടി പാർട്ടിയാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാണ് വർഗീയതയുള്ളത് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ലീഗ് അനുകൂലികൾ കണക്കിലാക്കിയത്? പക്ഷേ ലീഗ് അതിനെ വളരെ സ്വാഭാവികമായിട്ടാണ് കണക്കാക്കിയത്. ലീഗ് വലിയ രീതിയിലുള്ള ആ കാര്യത്തിലും ഇതൊരു സെമി ഫൈനൽ ജമാഅത്തെ ഇസ്ലാമി യൂണിയൻ LDFന്റെ ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നല്ല പ്രതിരോധം തന്നെ ഇത്തവണ കാഴ്ച. അത് പ്രതിരോധമാണെന്ന് ഞാൻ കരുതുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം നിയമസഭയെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്കും ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണ്. സെമി ഫൈനൽ